ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട് ഏവർക്കും സ്വാഗതം. നമ്മുടെ ലാലേട്ടൻ നായകനായിട്ട് എത്തുന്ന ചിത്രമാണ് വൃഷഭ. വൃഷഭയുടെ ട്രെയിലർ എത്തിയിട്ടുണ്ട്. ട്രെയിലർ റിവ്യൂ ആണ്. അതിൻ്റെ ട്രെയിലറിലുള്ള പോസിറ്റീവും എനിക്ക് തോന്നിയ നെഗറ്റീവുമാണ് ഞാൻ ഈ റിവ്യൂലോട് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷവും ഉണ്ട്, അതേപോലെ തന്നെ ടെൻഷനും കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. സന്തോഷം എന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ടന്റാണ്. ഈ ചിത്രത്തിൻ്റെ പഴയ കാലത്തിലെ ആജന്മ ശത്രുക്കൾ ഈ ജന്മത്തിൽ അവർ അച്ഛനും മകനുമായിട്ട് പുനർജനിച്ചു എന്നുള്ള കോൺസെപ്റ്റ്. ഇത് ഭയങ്കര ഒരു ത്രില്ലിങ്, എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് അത് എന്താണ്, ഏത് രീതിയിലാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത് കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. പിന്നത്തെ വെച്ചാൽ ലാലേട്ടൻ്റെ ചിത്രങ്ങൾ, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരുമ്പോൾ ഒരു പേടി തന്നെയാണ്. കാരണം ഫാൻറ്റസി ചിത്രം ആയതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഡെലിവറികൾ അത് എന്താണേലും നോക്കാം. നമുക്ക് ഈ ചിത്രത്തിൻ്റെ പോസിറ്റീവുകളും നെഗറ്റീവുകളോടും കിടക്കുന്നതിന് മുമ്പേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നന്ദർ കിഷോർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഒരു ഇന്ത്യൻ ഫാൻറ്റസി ആക്ഷൻ ഡ്രാമ ചിത്രമാണ് വൃഷഭ. ഇതിൻ്റെ ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കിഷോറിൻ്റെ കഥാപാത്രം തൻ്റെ സ്വപ്നങ്ങളിൽ ഹിംസ, രക്തവർഷം, യുദ്ധം എന്നീ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും കാണുന്നു. എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ കഥാപാത്രം വീണ്ടും വീണ്ടും ഇങ്ങനത്തെ രക്തവർഷവും യുദ്ധങ്ങളും രക്തമൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുന്നത്. അതാണ് ഈ ഇതിൻ്റെ ട്രെയിലറിൽ തുടങ്ങുന്നത്. ഇതിൻ്റെ പോസിറ്റീവിലോട് കിടക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയാണ്. സാധാരണ ലാലേട്ടൻ്റെ ചിത്രങ്ങൾ, ഇങ്ങനെയുള്ള ഫാൻറ്റസി ചിത്രങ്ങളിലൊക്കെ കോസ്റ്റ്യൂംസൊക്കെ ഭയങ്കര, ലാലേട്ടൻ്റെ കോസ്റ്റ്യൂംസൊക്കെ വെറും നമുക്ക് മോശമായിട്ടാണ് തോന്നുന്നത് സാധാരണ എല്ലാം. പക്ഷേ ഈ ചിത്രത്തിൽ ലാലേട്ടൻ്റെ എന്നല്ല എല്ലാവരുടെയും കോസ്റ്റ്യൂംസൊക്കെ അടിപൊളിയായിട്ടാണ് കോസ്റ്റ്യൂംസ് എല്ലാം എടുത്ത് വച്ചിരിക്കുന്നത്. അത് പഴയ കാലത്തിലാണെങ്കിലും പുതിയ കാലത്തിലാണെങ്കിലും അടിപൊളി കോസ്റ്റ്യൂംസാണ്. അതുപോലെ ഫൈറ്റ് സീൻസൊക്കെ നല്ല അടിപൊളി വെടുപ്പിലും ഫൈറ്റ് സീൻസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്രാഫിക്സ് വർക്കുകളാണെങ്കിലും എല്ലാം നല്ല രീതിയിലുള്ള ജമ്പിങ് തൊട്ടാണെങ്കിലും റോപ്പിലൊക്കെയാണ് നല്ല പോലെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലാലേട്ടൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നവൻ ഇതിനകത്തൊരു അടിപൊളി നല്ല ഫൈറ്റും നല്ല പഞ്ച് ഡയലോഗൊക്കെ ഉള്ള കഥാപാത്രമാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. പിന്നെ പശ്ചാത്തല സംഗീതം സാം CS-ൻ്റെ ആണ്. അടിപൊളിയാണ് എൻ്റെ പശ്ചാത്തല സംഗീതം. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അതിന് പറ്റിയ രീതിയിലാണ് അവർ സ്കോർ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സോങ് ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി സോങ്ങാണ്. ഈ ട്രെയിലറിലില്ല, അല്ലാണ്ട് സോങ് ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി സോങ്ങാണ്. അത് തന്നെയാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള വലിയ. പിന്നെ സിനിമാറ്റോഗ്രാഫി ആൻ്റണി സാംസണാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി. അടിപൊളിയായിട്ട് വിഷ്വലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടനും മകനുമായിട്ട് അഭിനയിക്കുന്ന ആ സീനുകളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ഒറ്റ സീനിലും ചെറിയ സീനിലൊക്കെ കാണുന്നുള്ളെങ്കിലും അവരൊക്കെ അവരവരുടെ റോളുകളെല്ലാം നല്ല രീതിയിൽ ചെയ്ത് വെച്ചായിട്ടാണ് നമുക്ക് ട്രെയിലറിൽ തോന്നുന്നത്. ഇതിൻ്റെ പശ്ചാത്തല സംഗീതമാണെങ്കിലും സൗണ്ട് മിക്സിംഗ് ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും കൊറിയോഗ്രാഫി എല്ലാം നല്ല വൃത്തിയിലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ 12 കാര്യങ്ങളെന്ന് വെച്ചാൽ ബാഹുബലിയിലെ സീനുമായിട്ട് സാമ്യമുള്ള പോലെ നമ്മുടെ, അതേപോലെ തന്നെ ലൂസിഫറിലെ, അതേപോലെ ലാലേട്ടൻ്റെ വേറെ 1-2 സിനിമയിലെ പോലെയൊക്കെ നമുക്ക് ആക്ഷനൊക്കെ കാണുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ നമുക്കൊരു ഫീല് തോന്നുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ലാലേട്ടൻ്റെ ഈ ഫാൻറ്റസി കഥാപാത്രത്തിൻ്റെ ആയി കഴിയുമ്പം ഒരു ഡയലോഗ് ഡെലിവറി അതിങ്ങനെയായിരിക്കും. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡയലോഗ് ഡെലിവറി വരുന്നത്. ആ ഡബ്ബിങ് എനിക്കൊരു ചേരാത്ത പോലെ എനിക്ക് തോന്നി. ആ ഡബ്ബിങ് മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ സിനിമ തുടങ്ങി കഴിയുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. പിന്നെ ഈ ചിത്രം മലയാളത്തിലും തെലുങ്കിലും ഒരേ സമയം ചിത്രീകരണം നടത്തുന്നതാണെങ്കിലും തമിഴ്, ഹിന്ദി, കന്നഡ ഭാഷയിൽ ഡബ്ബ് ചെയ്തിട്ടും ഈ ചിത്രം ഇറങ്ങുന്നുണ്ട്. ഡിസംബർ 25-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾ റിലീസ് ചെയ്യുന്ന ചിത്രം കേരളത്തിൽ ആശീർവാദാണ് റിലീസ് ചെയ്യുന്നത്. എനിക്കൊരു നല്ലൊരു ക്വാളിറ്റിയുള്ള ട്രെയിലറായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമ വരട്ടെ, നമുക്ക് എന്താണെന്ന് നോക്കാം. നല്ലൊരു ചിത്രമായിട്ട് മാറട്ടെ എന്നുള്ള പ്രാർത്ഥന ആഗ്രഹത്തോടെ നമുക്ക് പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് വലുത്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം നന്ദി, നമസ്കാരം, ബൈ.